പ്രിയപ്പെട്ടവരെ, വ്യത്യസ്തമായ രൂപത്തിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. വളരെ വ്യത്യസ്തമായി ജീവിക്കുന്ന നമ്മളെ ഒരു ചങ്കാണത് ഷൗക്കത്താക്ക. ഷൗക്കത്താക്കതാക്കെന്താ ഒരു 10-35 കൊല്ലം മുമ്പ് വാങ്ങിയൊരു സെക്കൻഡ് ഹാൻഡ് സൈക്കിള്. ഈ ഒരു സൈക്കിൾ മേലാണ് ഷൗക്കത്താക്കാന്റെ ഫുള്ള് യാത്രകള്. എത്ര ദൂരം ഉണ്ടെങ്കിലും എന്താവശ്യം ഉണ്ടെങ്കിലും ഷൗക്കത്താക്കതാ ഈ സൈക്കിളാണ് ഷൗക്കത്താക്കാന്റെ ജീവൻ എന്ന് വേണമെങ്കിൽ പറയാം. സൈക്കിൾ നിങ്ങൾ ഏകദേശം എത്ര ഏറ്റവും ദൂരം പോയത്? ഏറ്റവും ദൂരം മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അതായത് അല്ലെ, ഇപ്പൊ ഞങ്ങളിതാ ഷൗക്കത്താക്ക നിലമ്പൂരാനാണ്. നിലമ്പൂരിൽ നിന്ന് ഒരു അത്യാവശ്യം വന്നാലും ഒരു മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ആവശ്യം വന്നാലും ഈ സൈക്കിൾ തന്നെ പോവാം. വളരെ അത്യാവശ്യമാണെങ്കിൽ അല്ലെ, വളരെ സീരിയസ് ആണെങ്കിൽ മാത്രം അങ്ങനെ എന്തെങ്കിലും ബസ്സിനോ അതിനൊക്കെ പോകും. അല്ലെങ്കിൽ ഈ സൈക്കിൾ തന്നെ പോവാം. ഇപ്പൊ ഏകദേശം എത്ര കൊല്ലം മുമ്പ് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോയി എന്ന് പറഞ്ഞു. ഇപ്പൊ പോയിട്ട് കൊല്ലത്തിലല്ലേ ഇപ്പൊ വയസ്സ് എത്രയാ? ഇതിപ്പം ഞാൻ 2 മാസം പോയി വന്നിട്ട്. അതായത് വയസ്സ് ഇപ്പൊ എത്രയായി? വയസ്സ് 70 വയസ്സ് കഴിഞ്ഞു. 70 വയസ്സ് കഴിഞ്ഞ് അങ്ങള്. അപ്പൊ 70 വയസ്സ് കഴിഞ്ഞിട്ടും ഷൗക്കത്താക്ക വയസ്സ് കഴിഞ്ഞ ബാക്കി കിട്ടുന്ന ഓഫറല്ലേ. പണ്ട് കാലത്ത് ഉണ്ടായ ഒരു ടെക്നോളജിയാണ് ഇതൊക്കെ. ഇതൊന്നും ഇപ്പൊ ഇന്നത്തെ ഒരു സൈക്കിളിൽ നമുക്ക് കാണാൻ കഴിയൂല. അതിന്റെ ബൾബ് പോയതിന്റെ പേരിൽ ഇത് സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കാന്ന് പറഞ്ഞത്. അതുകൊണ്ട് അതിന്റെ ഡൈനാമോ ഒക്കെ ഇവിടെ ഉണ്ട്. അതെന്താ ഡൈനാമോ ഉണ്ടോ? ഈ ഡൈനാമോ ഒന്നും ഇപ്പൊ ഒരു പുതിയൊരു സൈക്കിൾ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. ഇത് വലിയൊരു തൊപ്പിയുണ്ട് മയക്ക്. ഇതെന്താ സംഭവം? മയക്കോട്ട്. ഇത് മയക്കോട്ടോ? മയക്കോട്ടാണ്. ഇതിവിടെ എങ്ങനെ മയക്കോട്ട്? അത് പുറകിലാക്കിയിട്ടാണ്. അതും ഉണ്ട്, ഒരു കോട്ടും ഉണ്ട്. പിന്നെ ഇത് ഇതാക്കുന്ന വലിയൊരു ഇത് നിലത്ത് കാലത്തോണ്ട് നമുക്ക് ഇരിക്കാൻ നല്ലൊരു സുഖം ഉണ്ടാവും അല്ലെ? ക്ഷീണം അറിയില്ല. തുണിയാണ്, അങ്ങനത്തെ കോട്ടൺ തുണിയാണ്. സ്പോഞ്ചില്ല. സ്പോഞ്ച് വെട്ടിയാൽ എന്താ പറയുക, നമ്മള് ചന്തിമലൊക്കെ കുരുണ്ടോ? ചൂട് ചൂട് കയറി കോട്ടന്റെ തുണി വെച്ചേക്കാം. എന്താണ് നമ്മുടെ സൈക്കിളിന് കാലിങ്ങനെ വളഞ്ഞു കിടക്കുള്ളൂ. ഇപ്പൊ ഈ സീറ്റ് ഉയരം കൂട്ടിയത് കൊണ്ട് വെറുതെ അങ്ങനെ കാലെടുത്തിട്ടാണ്. അതായത് നമ്മൾ കാലിങ്ങനെ കൊള്ളും, നീരൂല അങ്ങനെ. അപ്പൊ നമ്മൾ ദൂരം പോയിട്ട് വരുമ്പോൾ നമ്മൾ മുട്ടുകാലൊക്കെ കഴിയും. മൂപ്പരെ പ്രത്യേകത എന്താ വെച്ചാല് ഒരു കുടുംബസ്നേഹിയാണ്. നമ്മളെ കുടുംബത്തിൽ എന്ന് പറഞ്ഞാല് നമ്മളെ നേരിട്ട് വലിയ ബന്ധമൊന്നും വേണ്ട. കുടുംബത്തിലെ എന്തെങ്കിലും ഒരു ബന്ധം മൂപ്പർക്ക് സ്ഥിരപ്പെട്ടാൽ അവിടെ മൂപ്പര് എന്ത് വിഷയമാണെങ്കിൽ ഓടിയെത്തും. അത് സുഖമില്ലാതെ ആട്ടെ, ഇനിയിപ്പോ കല്യാണം ആട്ടെ, മരണമാട്ടെ, മറ്റേ അങ്ങനെ എന്ത് വിഷയം ഉണ്ടെങ്കിലും അവിടെ ആദ്യം ഓടിയെത്തുന്നത് മൂപ്പരേക്കാരം. അപ്പൊ പലപ്പോഴും എന്റെ കുടുംബത്തിൽ എന്റെ മരണം ആദ്യം ചിലപ്പോൾ അറിയിക്കുന്നത് മൂപ്പരേക്കാരം. മൂപ്പര് ഇവിടെ നിലമ്പൂരാണ്, ഞാൻ പാവന്നെയാണ്. അപ്പൊ ജലീല എന്റെ കുടുംബത്തിൽ ഇന്ന ആൾ മരിച്ചോ തന്നെ അപ്പളാ ഞാൻ അറിയില്ല. അങ്ങനെയൊക്കെ ഭയങ്കര ഒരു പ്രത്യേകത ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. പിന്നെ മെയിനായിട്ട് നാട്ടിലൊക്കെ നടക്കുന്ന മരണങ്ങൾ ചിലപ്പോൾ 1, 4, 5 മരണമൊക്കെ ഉണ്ടായാൽ അവിടെ ഓടിയെത്തിയിട്ട് അതിന് വേണ്ടിയുള്ള എന്ത് കർമ്മങ്ങൾ ചെയ്യണമെങ്കിലും, ഇപ്പം മയ്യത്ത് കുളിപ്പിക്കലാട്ടെ, കഫൻ ചെയ്യലാട്ടെ, മറമാടലാട്ടെ, ഇത്യാദി കാര്യങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തിട്ട് അത് എല്ലായിടത്തും എത്തിയിട്ട് അത് ചെയ്യാന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞോണ്ട് അങ്ങനത്തെ ഒരു വ്യക്തിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കൊറോണയില് ഒരു 15 മയ്യത്ത് ഞാൻ കുളിപ്പിച്ചത്. അപ്പൊ ഞാൻ നിങ്ങൾ കുളിപ്പിച്ചാൽ വേണ്ട ക്വാറന്റീൻ. ഞാൻ ഒരു ക്വാറന്റീനിൽ ഇരുന്നിട്ടില്ല. ആ മനുഷ്യൻ മരിച്ചിട്ട് കുളിപ്പിച്ചിട്ട് മരിക്കണ ഞാൻ മരിച്ചോട്ടാണ്. പേടിയാണല്ലോ മനുഷ്യന്, ഏറ്റവും വലിയ പേടിയല്ലേ. 10-15 കൊറോണ പിടിച്ചത് 10-15 ഞാനെ കുളിപ്പിച്ചത്. ഒരു വെള്ളമാരം പറ്റുകയോ വന്നോളി ഞാൻ തന്നെ കുളിപ്പിച്ചുകൊണ്ട് കവൻ ചെയ്ത് ഞാൻ ക്വാറന്റീനിൽ ഇരുന്നിട്ടില്ല. ഇപ്പൊ അതേമാതിരി ചൊള്ള വാറിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും കേട്ടെന്ന് പറഞ്ഞ് എവിടെ ചൊള്ള വെച്ചു ഇങ്ങോട്ട് തന്നിട്ട് അമ്മക്ക് ഞാൻ പറഞ്ഞ് പറഞ്ഞല്ലോ ഒരു 10-15 വയസ്സ് തുടങ്ങിയതാണ്. അത് മയ്യത്ത് പരിപാലനം ചെയ്തില്ല, കുളിപ്പിക്കല്. അത് ആ കുഞ്ഞിക്ക് വെച്ചിട്ട് ആ ചെടിയും കുത്തിട്ട് പോരണം. അപ്പോളെ ചെന്ന് കണ്ടില്ല നമ്മൾ കണ്ടുപോരുന്നു. ആ പരിപാടി പറ്റൂല. അതിലെ ഇപ്പൊ സൈക്കിളുള്ളപ്പോ നിങ്ങളെ പ്രധാന ഒരു യാത്രക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാഹനം. എല്ലാവരും കാറ്, ജീപ്പ്, മറ്റുള്ള ബൈക്ക് ഇങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഏത് ദൂരത്തേക്കും എത്ര അകലം താണ്ടി നിങ്ങൾ ഈ സൈക്കിളിൽ എത്തിയിട്ട് എന്തെങ്കിലും പ്രയാസം ഈ കാലത്തിനടിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടാണ്? തോന്നിയിട്ടില്ല. നമുക്ക് തടിക്ക് ഒന്നും കൂടി സുഖമാണല്ലേ? ദൂരയാത്ര എത്ര ചെയ്യണ അത്രക്ക് തടിക്ക് ആശ്വാസമാണ്. അപ്പം ഞാനോട് ഈ വയസ്സ് ഇപ്പൊ 70 കഴിഞ്ഞിട്ടും ഇപ്പോഴും മുപ്പത് ആവേശമാണ്. നമ്മളെ ഇപ്പൊ ഞാനിതൊക്കെ സൈക്കിൾ ഓട്ടുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 2-3 കിലോമീറ്റർ ഓട്ടിയാൽ നമുക്കത് കയറ്റം വരുമ്പോൾ കുഴങ്ങി പിന്നെ അത് എടുത്തു വെക്കുകയാണ്. പക്ഷെ കുഞ്ഞാക്കാക്ക്
അത് ഉഷാറ് കൂടുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ സൈക്കിൾ ഓട്ടുന്നതുകൊണ്ട് ഈ കാലത്തിനിടയിൽ ഒരു പ്രയാസം ഉണ്ടായില്ല. ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണങ്ങളായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നിങ്ങൾ എടുത്തു പറയാന്? എടുത്തു പറയാൻ മുട്ടുംകാല് വേദന ഉണ്ടാവില്ല, ഊരവേദന ഉണ്ടാവില്ല, അതൊക്കെ ഒഴിവാകും. അള്ളാ മാഷാ അള്ളാ. അപ്പൊ കണ്ടെങ്കിൽ ഈ വയസ്സിന്റെ ഇടയിൽ ഒരു മുട്ടുംകാല് വേദന, ഒരു ഊരവേദന, മറ്റുള്ള ഒരു പ്രയാസം ഇല്ല എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജോലി? എന്താണ്? പടവിന്റെ പണി, പട്ടി കടിക്കോട് മേഞ്ഞു കൊടുക്കുക, കരിങ്കല്ല്, വെട്ടുകല്ല്, എല്ലാ പരിപാടിയും. പുരുഷന്മാരെ മയ്യത്ത് കുളിപ്പിക്കൽ മാത്രമല്ല, മറ്റുള്ള സ്ത്രീകൾ മരിച്ചാൽ വരെ കുഞ്ഞാക്ക അവിടെ മറ്റേ റെഡിയാക്കാണ്. അപ്പൊ ആദ്യം മുപ്പർ എന്ത് ചെയ്യും വെച്ചാൽ സ്ത്രീകളെ 2-3 സ്ത്രീകളെ വിളിച്ചിട്ട് അത് വേണ്ടുന്ന ആ പരിപാടികളൊക്കെ ആദ്യം അതിന്റെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ വെള്ളമൊക്കെ റെഡിയാക്കി, പിന്നെ അതിന് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഒക്കെ ചെയ്തിട്ട് കുഞ്ഞാക്ക പോന്നിട്ട്, പിന്നെ വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ കുഞ്ഞാക്ക പുറത്ത് നിൽക്കും, മറന്റെ പുറത്ത് നിന്നിട്ട് മറ്റുള്ള സംശയങ്ങളൊക്കെ അവിടെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ വരെ സേവനം ചെയ്യുന്ന ഒരു ആളുകൂടിയാണ് നമ്മളെ കുഞ്ഞാക്ക. ഞാൻ ആദ്യത്തെ പണി എന്താ പറഞ്ഞു, നമ്മളെ പണി കിളിയാട്ടല. 7 വയസ്സിൽ പാടത്ത് കിളിയാട്ട പണിയാ. പിന്നെ കന്തൂട്ട് കൊയ്ത്തൊക്കെ പോലെ അതിപ്പോ പറഞ്ഞു. കിളിയാട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നെല്ല് നശിപ്പിക്കാൻ പറ്റുന്ന കിളികളില്ല, നെല്ല് നശിപ്പിക്കാൻ തത്തകളൊന്നായിട്ട് കൂട് കൂട്ടി വരും അതൊക്കെ നോയിട്ട്. അപ്പൊ അവരെ ആട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ കുത്തിരിക്കുക, ആട്ടി വിടുക. അതാണ് കിളിയാട്ട് അറിയുന്നത്. 75-80 കിലോമീറ്ററൊക്കെ 100 കിലോമീറ്ററിന്റെ അടുത്ത് ഒരു ദിവസം അന്ന് ആ കാലത്ത്. കാരണം അന്ന് റോഡൊന്നും ഇത്ര മറ്റേ കഴിയില്ല. അന്നൊക്കെ തന്നെ കട്ട റോഡ്, ചില സ്ഥലത്ത് കട്ട റോഡ്, മെട്രോ ഇട്ടണമെങ്കിൽ തന്നെ അത് പഴയ അവസ്ഥ നമുക്കറിയല്ലോ. ആ സ്ഥലത്ത് കൂടിയാണ് ഈ സൈക്കിൾ ഇട്ടുകാണ്ട്. അപ്പൊ അന്നൊക്കെ ഞാൻ കാണുമ്പോൾ നിറച്ച് മറ്റേ അലുമിനിയ പാത്രങ്ങൾ ഈ ഭാഗത്ത് ഇവിടെ മുന്നിൽ ഇതൊക്കെ കെട്ടിയിട്ട് അതിന്റെ അളവ് പാത്രങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇത് കിലോമീറ്ററുകളോളം താണ്ടിയിട്ട് എല്ലായിടത്തും ഹോട്ടലുകളിലും വീടുകളിലും എത്തിച്ചുകാണ്ട് അങ്ങനെയാണ് ആദ്യകാലം. പിന്നീടാണ് പിന്നെ പടവും ഇതൊക്കെ തുടങ്ങിയിട്ട്. ഇപ്പോഴും കുഞ്ഞാക്ക പടവിന്റെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമൂഹം അറിയുന്നില്ല, ഇങ്ങനത്തെ തേടിപ്പിടിച്ച് നമ്മൾ സമൂഹ മാധ്യമത്തിൽ എത്തിക്കല് നമ്മളീ കൂടി ഒരു ബാധ്യതയാണ്. ഷൗക്കത്താക്കാന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ല. 75-19 വയസ്സായിട്ടും ഈ ഒരു സൈക്കിൾമേൽ 35 കൊല്ലം മുമ്പ് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങിയ ഈ സൈക്കിൾമേൽ തന്നെയാണ് ഷൗക്കത്താക്കാന്റെ എല്ലാ കാര്യങ്ങളും ഇന്നും മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം ഇത്രയും വയസ്സായിട്ടും യാതൊരു പ്രയാസവും ഇല്ലാതെ ഊരക്കും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അല്ല, ദമ്മില് സൈക്കിൾ ചവിട്ടി എടുക്കാൻ ഷൗക്കത്താക്കാനെ പരിചയപ്പെടുത്തി തരാൻ കഴിഞ്ഞതിൽ സന്തുഷ്ടനാണ്. എന്തായാലും അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.